നമസ്കാരം. മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. താരസംഘടന അമ്മയിലെ ആഭ്യന്തര തർക്കങ്ങളുമായി ബന്ധപ്പെട്ടാണ് അൻസിബയുടെ പരാതി അടക്കമുള്ളവ പൊതുസമൂഹത്തിലും ചർച്ചയായത്. കടുത്ത പ്രതിസന്ധിയിലൂടെയാണ് ഇപ്പോൾ താരസംഘടന കടന്നുപോകുന്നത്. അമ്മയുടെ വാർഷിക ബോഡിയിലെ തർക്കത്തിന് പിന്നാലെ അമ്മയുടെ ഭരണസമിതി രാജിവെച്ചത് വലിയ ചർച്ചകൾക്കാണ് വഴിവെച്ചിരിക്കുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്ന സമയത്ത് ഇതേ പ്രതിസന്ധി ഘട്ടത്തിലായിരുന്നു അമ്മ. വലിയ ചർച്ചകൾക്കൊടുവിലാണ് സംഘടനാ പ്രസിഡന്റായി ശ്വേതാ മേനോൻ ഉൾപ്പെടെ 17 അംഗ ഭരണസമിതി രൂപീകരിച്ചത്. ആ സമയം വലിയ പ്രതീക്ഷയിലായിരുന്നു. പക്ഷേ അൻസിബയുടെ പരാതിയോടെ കാര്യങ്ങൾ മറ്റൊരു വഴിക്കായി. അവസാനം ശ്വേതാ മേനോൻ ഉൾപ്പെടെ 17 അംഗങ്ങളും ഒന്നിച്ച് രാജിവെച്ചൊഴിഞ്ഞു. അതോടെ പ്രശ്നങ്ങൾ രൂക്ഷമായിരിക്കുകയാണ്. അമ്മയിലെ പ്രശ്നങ്ങൾ രൂക്ഷമായപ്പോൾ മോഹൻലാൽ പ്രശ്നത്തിൽ ഇടപെടണം എന്നായിരുന്നു പലരും പറഞ്ഞിരുന്നത്. ഇപ്പോഴിതാ താരസംഘടനയായ അമ്മയുടെ തലപ്പത്തേക്ക് ഇനി താനില്ല എന്ന് വ്യക്തമാക്കി രംഗത്തെത്തിയിരിക്കുകയാണ് മോഹൻലാൽ. ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു താരം. ഇനി അങ്ങോട്ട് പോകരുത് എന്നാണ് ഏറെയും പേർ ഉപദേശിച്ചിട്ടുള്ളതെന്നും നടൻ പറഞ്ഞു. ഞാനിപ്പോൾ എന്റെ അമ്മയെക്കുറിച്ച് മാത്രമേ ആലോചിക്കാറുള്ളൂ. ഒരു ചെറിയ അസോസിയേഷനാണ്. ഇത്രയും വലിയൊരു സീരിയസ് കാര്യമായി ആക്കുന്നത് എങ്ങനെയാണ്? മീഡിയ വഴിയാണ്. അല്ലെങ്കിൽ എന്താ കാര്യങ്ങൾ നടന്നു പോകുന്നു. ഒരുപാട് നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അതൊന്നും ഒരു മീഡിയയും പറയുന്നില്ല. എല്ലായിടത്തും ഉള്ളതുപോലെ ഈഗോ എന്ന വാക്കൊന്നും ഞാൻ ഉപയോഗിക്കുന്നില്ല. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം. ഗവേണൻസ് എന്നത് ഒരു പ്രോസസ്സാണ്, സമയമെടുക്കും. അതിൽ വന്ന ചില തെറ്റുകളായിരിക്കാം. അതെല്ലാവരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നിന്ന് ശരിയാക്കാനുള്ളതേ ഉള്ളൂ. അത് അതിന്റെ സമയമാകുമ്പോൾ ശരിയാകും. പിന്നെ ഞാൻ അതിൽ ഇടപെട്ടിട്ടൊന്നും കാര്യമില്ല. ഞാൻ പോകരുതായിരുന്നു എന്ന് എല്ലാവരും പറയുന്നതിന് കാരണം ഞാൻ അവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കെല്ലാം കുറച്ചുകൂടി സൗകര്യമാണല്ലോ, കുറച്ചുകൂടി ഫോക്കസ് ചെയ്യാം. ദയവ് ചെയ്ത് അങ്ങോട്ട് പോകരുത് എന്ന് എത്രയോ പേർ എന്നോട് പറഞ്ഞിരിക്കുന്നു. കാരണം നമ്മളെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് നമ്മൾ അബ്യൂസ് ചെയ്യപ്പെടുന്നത് ഇഷ്ടമാവില്ല. നമ്മളെ ഇഷ്ടമില്ലാത്തവർക്ക് ഭയങ്കര സന്തോഷമാകും. ഞാനിപ്പോൾ എന്റെ തീരുമാനങ്ങളിൽ ജീവിക്കാൻ ശ്രമിക്കുകയാണിപ്പോൾ. പണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി അവരുടെ തീരുമാനങ്ങളിൽ ഭയങ്കരമായി സഹായിച്ചിരുന്നു. പിന്നെ നമുക്ക് നമ്മുടേതായ കുറച്ച് സമയമല്ലേ ഉള്ളൂ. അത് എൻജോയ് ചെയ്ത് ജീവിക്കാൻ തീരുമാനിച്ചു എന്നാണ് മോഹൻലാൽ പറഞ്ഞത്. സമീപകാലത്തായി സംഘടനയിലുണ്ടായ വിവാദങ്ങളെയും ആഭ്യന്തര പ്രശ്നങ്ങളെയും തുടർന്ന് ഭരണസമിതി കൂട്ടത്തോടെ രാജിവെക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. ശ്വേതാ മേനോൻ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വന്ന ശേഷമാണ് സംഘടനയിൽ ചേരിതിരിഞ്ഞുള്ള വഴക്കുകളും പ്രശ്നങ്ങളും കൂടുതലായതും പൊതുസമൂഹത്തിന് മുന്നിൽ സംഘടനയ്ക്കുണ്ടായിരുന്ന നിലയും വിലയും നഷ്ടമായതും. സംഘടനയിലെ സാമ്പത്തിക കാര്യങ്ങളിലെ ക്രമക്കേടടക്കം പലതും സംഘടനയിലെ അംഗങ്ങൾ തന്നെ ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. മോഹൻലാൽ ഉൾപ്പെടെയുള്ള പ്രമുഖർ വിവിധ കാലങ്ങളിലായി സംഘടനയെ നയിച്ചിട്ടുണ്ട്. അപ്പോഴൊന്നും ഇത്രയേറെ പ്രതിസന്ധിയിലൂടെ സംഘടന കടന്നുപോയിട്ടില്ലായിരുന്നു. അതേസമയം നടി ആക്രമിച്ച കേസിൽ നിരപരാധിയാണെന്ന് തെളിയിക്കപ്പെട്ട സ്ഥിതിക്ക് ദിലീപിന് അമ്മയിലേക്ക് തിരിച്ചു വരാമെന്നാണ് നടനും നിർമ്മാതാവുമായ നാസർ ലത്തീഫ് പറഞ്ഞത്. ദിലീപിനെ തിരിച്ചെടുക്കണമെന്ന് അമ്മ സംഘടനയിൽ പലരും ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും നാസർ ലത്തീഫ് യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. അക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് ദിലീപാണെന്നും അദ്ദേഹം മാനസികമായി വല്ലാതെ തകർന്നുവെന്നും നാസർ ലത്തീഫ് പറഞ്ഞിരുന്നു. ഒരിക്കൽ തെറ്റുപറ്റിയ ആൾക്ക് രണ്ടാമതൊരു ചാൻസ് എന്തുകൊണ്ട് കൊടുത്തുകൂടാ എന്നും നടൻ ചോദിക്കുന്നു. നടിയാക്രമിച്ച കേസിൽ കോടതി വിധിയെല്ലാം തെളിയിക്കുന്നു. അതിലുപരിയായി ഒന്നുമില്ല. അമ്മയിലെ പ്രശ്നങ്ങൾക്ക് ഈ കേസുമായി ഒരു ബന്ധവുമില്ല. ദിലീപ് നിരപരാധിയാണെന്ന് തെളിയിക്കപ്പെട്ട സ്ഥിതിക്ക് അദ്ദേഹത്തിന് അമ്മയിലേക്ക് തിരിച്ചു വരാം. അതിനെന്താണ് കുഴപ്പം? ദിലീപ് അമ്മയിൽ ഉണ്ടായിരുന്ന സമയത്ത് കുറെ അധികം സേവനങ്ങൾ ചെയ്ത ഒരാളാണ്. 2020 എന്ന സിനിമ ദിലീപ് എടുത്തത് കാരണം അമ്മയ്ക്ക് കുറെ അധികം നേട്ടങ്ങൾ സാമ്പത്തികമായി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒരാൾ നിരപരാധിയാണ് എന്ന് വരുമ്പോൾ അയാളെ സംഘടനയിലേക്ക് തിരിച്ചെടുക്കുന്നതിൽ തെറ്റില്ല. പിന്നെ ഇതൊന്നും നമ്മളല്ലല്ലോ തീരുമാനിക്കുന്നത്. കോടതിക്ക് മുകളിൽ വേറെ ഒരു കോടതിയുണ്ട്, ദൈവം തമ്പുരാന്റെ കോടതി. അന്തിമ വിധി പറയേണ്ടത് ആ കോടതിയാണ്. ദിലീപ് അമ്മയിലേക്ക് തിരിച്ചു വരുന്നതിൽ എനിക്ക് വിരോധമില്ല. തന്നെ പോലെ കുറെ അധികം ആളുകൾക്ക് വിരോധമില്ല. അതിൽ വിരോധമുള്ളവരും ഉണ്ടാകും. തനിക്ക് അറിയില്ല. ദിലീപിനെ തിരിച്ചെടുക്കണമെന്ന് സംഘടനയിൽ പലരും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് ദിലീപിനെ കൂടി തോന്നണ്ടേ? ദിലീപ് ഇപ്പോൾ പൊതുവിടത്തിൽ നിന്ന് മാറി ഒതുങ്ങി നിൽക്കുന്ന രീതിയാണ് കാണുന്നത്. എന്നെ വിട്ടേക്ക്, ഞാൻ ഒന്നിനുമില്ല എന്ന മട്ടിൽ. കാരണം അത്രയും പുള്ളി മാനസികമായി തകർന്നു, കുറെ വിഷമിച്ചു. എന്തൊക്കെയാണെങ്കിലും മനുഷ്യനല്ലേ. ഞാൻ മറ്റൊരാളെ കുറ്റം പറയണമെങ്കിൽ ഞാൻ അത്രയും പെർഫെക്റ്റ് ആയിരിക്കണം. ഞാൻ അത്ര പെർഫെക്റ്റ് അല്ല. എനിക്ക് 50% തെറ്റുകളുണ്ട്, 50% നല്ലതുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ആളാണ്. എല്ലാ മനുഷ്യരും അങ്ങനെ തന്നെയാണ്. ഒരാളുടെ കയ്യിൽ നിന്ന് ഒരു തെറ്റുപറ്റിപ്പോയി ഒരു ദുർബല നിമിഷത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ അയാൾ അതിൽ നിന്ന് പിന്മാറി അയാൾക്ക് നല്ലൊരു ജീവിതം വേണം എന്ന് ആഗ്രഹിക്കുമ്പോൾ എന്തുകൊണ്ട് അയാൾക്കൊരു ചാൻസ് കൊടുത്തുകൂടാ? എന്തിനാണ് പഴയ കാര്യങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത്? ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തുറന്നാൽ ശവങ്ങൾ തോണ്ടേണ്ടി വരും. പണ്ടുകാലം മുതലേ ഉള്ള കാര്യങ്ങൾ അതിലുണ്ട്. എത്രയോ മൺമറഞ്ഞു പോയ വലിയ കലാകാരന്മാരുടെ കാര്യങ്ങൾ അതിൽ അടിഞ്ഞു കിടപ്പുണ്ട്. അതെല്ലാം തോണ്ടിയെടുക്കണമെന്നാണോ? നല്ല സ്ത്രീകളാരും അപവാദം കൊണ്ട് വരില്ല എന്നായിരുന്നു നാസർ ലത്തീഫ് പറഞ്ഞത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ദിലീപ് എന്ന മനുഷ്യന്റെ മനുഷ്യത്വത്തെക്കുറിച്ചും നന്മയെക്കുറിച്ചുമൊക്കെയാണ് സോഷ്യൽ മീഡിയയിലെ സംസാരം.
ദിവസങ്ങൾക്ക് മുൻപ് ഒരു പരിപാടിയിൽ ധ്യാൻ ശ്രീനിവാസൻ പറഞ്ഞ കാര്യങ്ങളും അടുത്തിടെ നടന്ന കൊച്ചിൻ ഹനീഫയുടെ വീടിന്റെ പാല് കാച്ചൽ ചടങ്ങിന് ശേഷം വന്ന വീഡിയോകളുമാണ് അതിന് പ്രധാന കാരണം. അച്ഛൻ മരണപ്പെട്ടതിന് ശേഷം പലരും വീട്ടിലേക്ക് വരികയും ആദരവ് അറിയിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ പലരും അതിനുശേഷം തിരിഞ്ഞു നോക്കിയിട്ടില്ല. പക്ഷേ ദിലീപേട്ടന്റെ ഫോൺ കോൾ എല്ലാ ആഴ്ചയും വരും. അമ്മ ഓക്കെ അല്ലേ എന്ന് ചോദിച്ചുകൊണ്ടായിരിക്കും കോൾ. ഇടയ്ക്ക് കാവ്യ മാധവനൊപ്പം വീട്ടിലേക്ക് വരാനിരുന്നതായിരുന്നു. ഞാൻ കാരണം അത് മുടങ്ങിയെന്നാണ് ധ്യാൻ ശ്രീനിവാസൻ പറഞ്ഞത്. പലരും വാക്കുകളിൽ മാത്രം ഒതുക്കുന്ന സ്നേഹവും കരുതലും ദിലീപ് പ്രകടിപ്പിക്കുന്നത് എങ്ങനെയാണ് എന്ന തരത്തിലായിരുന്നു അന്ന് സംസാരം. പിന്നീട് ഇപ്പോൾ കൊച്ചിൻ ഹനീഫയുടെ കുടുംബം പുതിയ വീട്ടിലേക്ക് താമസം മാറി. അവിടെ പാലുകാച്ചലിന് ഏറ്റവും ആദ്യം ശ്രദ്ധ നേടിയ ദിലീപ് തന്നെയാണ്. ഈ 16 വർഷക്കാലം എങ്ങനെയൊക്കെയോ ദിലീപേട്ടൻ തങ്ങളെ സഹായിച്ചു എന്ന് കൊച്ചിൻ ഹനീഫയുടെ അളിയൻ പറഞ്ഞ വാക്കുകൾ ആരാധകർ അത്രയേറെ ബഹുമാനത്തോടെയാണ് കേട്ടത്. നടന്റെ മരണത്തിന് മുൻപ് എപ്പോഴും ഒപ്പമുണ്ടായിരുന്നത് ദിലീപായിരുന്നുവെന്നും കൊച്ചിൻ ഹനീഫയുടെ ഭാര്യയുടെ സഹോദരൻ പറഞ്ഞിരുന്നു. ഹനീഫയുടെ പ്രതിഫലം മുഴുവൻ സെറ്റിൽ ചെയ്തുവെന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രമേ ദിലീപ് ഡബ്ബിംഗ് പോലും ചെയ്യാറുണ്ടായിരുന്നുള്ളൂ എന്നും ഭാര്യ സഹോദരൻ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. ഗൃഹപ്രവേശന വീഡിയോ വൈറലായപ്പോൾ ലിവിംഗ് ഏരിയയിൽ കൊച്ചിൻ ഹനീഫയുടെ മക്കളെ ചേർത്ത് പിടിച്ചു നിൽക്കുന്ന കാവ്യ മാധവന്റെ ഫോട്ടോ ഫ്രെയിം ഉണ്ടായിരുന്നു. ആ ഫോട്ടോ ഫ്രെയിമിന്റെ വീഡിയോ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിയിരുന്നു. ഹനീഫയ്ക്കയുടെ മക്കളുടെ പിറന്നാളിന് കാവ്യ കേക്ക് എത്തിക്കും, വിഷ് ചെയ്യും, മിക്കപ്പോഴും വിളിക്കും. ദിലീപേട്ടൻ ഈ കുടുംബത്തോടൊപ്പം എന്നും ഉണ്ടായിരുന്നു. ഹനീഫയ്ക്കയുടെ മരണത്തിന് മുൻപ് 5-6 വർഷം ഒപ്പമുണ്ടായിരുന്നു. ദിലീപേട്ടൻ ഡബ്ബ് ചെയ്യുന്നതിന് മുൻപ് ചോദിക്കും, ഹനീഫയ്ക്കയുടെ പ്രതിഫലമെല്ലാം സെറ്റിൽ ചെയ്തുവെന്ന് അറിഞ്ഞാൽ മാത്രമേ ദിലീപേട്ടൻ ഡബ്ബ് ചെയ്യുമായിരുന്നുള്ളൂ. ഹനീഫയ്ക്ക് ഏറ്റവും കൂടുതൽ സംസാരിച്ചിട്ടുള്ളതും ദിലീപേട്ടനോടാകും. അതുകൊണ്ടാകും ഹനീഫയ്ക്കയുടെ എല്ലാ സ്വഭാവവും അതിൻ്റെതായ രീതിയിൽ മാനിച്ചുകൊണ്ട് സാമ്പത്തിക സഹായം നേരിട്ട് ചെയ്യാതെ അതിനൊരു വഴി കണ്ടുപിടിച്ച് ചെയ്തത്. ഹനീഫയ്ക്കയുടെ ഇന്നോവ സെറ്റിൽ ഓടിത്തുടങ്ങിയ ശേഷം ഒരിക്കലൊരു പ്രശ്നമുണ്ടായി. ടാക്സി യൂണിയൻകാരാണ് പ്രശ്നമുണ്ടാക്കിയത്. സ്വകാര്യ വാഹനം സെറ്റിൽ ഓടിക്കരുതെന്ന് പറഞ്ഞായിരുന്നു പ്രശ്നം. ദിലീപേട്ടൻ ആ സമയം ഷൂട്ടിംഗിലായിരുന്നു. ഉടനെ അദ്ദേഹം അത് നിർത്തിവെച്ച് അവിടെ എത്തി. ഇത് കൊച്ചിൻ ഹനീഫയ്ക്കയുടെ കാറാണ്. അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ വരുമാന മാർഗമാണ്. തടയണമെങ്കിൽ നിങ്ങൾ തടയൂ, ഞാൻ ഒന്നും പറയില്ല എന്ന് അവരോടായി ദിലീപേട്ടൻ പറഞ്ഞു. അതോടെ പ്രശ്നമുണ്ടാക്കിക്കൊണ്ടിരുന്നവർ ക്ഷമ ചോദിച്ച് തിരിച്ചുപോയി. അവർക്കും ഹനീഫയ്ക്കയോട് സ്നേഹമുണ്ടായിരുന്നു. മക്കളെ അദ്ദേഹം വിളിക്കുകയും സമ്മാനങ്ങൾ കൊടുക്കുകയും എല്ലാം ചെയ്യാറുണ്ട്. ഗൃഹപ്രവേശനത്തിന് വന്ന അന്ന് ദിലീപേട്ടൻ ഇമോഷണൽ ആയിരുന്നു. ഇതൊക്കെ അദ്ദേഹവും ആഗ്രഹിച്ചിരുന്നു. ഹനീഫയ്ക്കയുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും അറിയാമായിരിക്കുമല്ലോ എന്നാണ് നടന്റെ ഭാര്യയുടെ സഹോദരൻ പറഞ്ഞത്. ദിലീപ് ജയിൽവാസം അനുഭവിച്ചിരുന്ന സമയത്ത് പോലും ഹനീഫയുടെ കുടുംബത്തിന് മുടങ്ങാതെ പണം എത്തിച്ച് നൽകിയിരുന്നു. തന്റെ സ്വന്തം കുടുംബത്തെ എന്ന പോലെയാണ് ഹനീഫയുടെ കുടുംബത്തെ ദിലീപ് കണ്ടിരുന്നത്. പാലുകാച്ചൽ ചടങ്ങിന് പങ്കെടുക്കാനായി പുലർച്ചെ തന്നെ ദിലീപ് എത്തിച്ചേരുകയും ഹനീഫിന്റെ പെൺമക്കളെ ചേർത്ത് പിടിച്ച് അനുഗ്രഹിച്ച് മൂർധാവിൽ ചുംബിക്കുകയും ചെയ്യുന്ന റീലും വൈറലായിരുന്നു. ഇന്ന് നടൻ മമ്മൂട്ടിയും ഭാര്യയും ഹനീഫയുടെ കൊച്ചിയിലെ പുതിയ വീട് കാണാൻ എത്തിയിരുന്നു. ഇരുവരും അടുത്ത സുഹൃത്തുക്കളായിരുന്നു. 59-ാം വയസ്സിൽ ഹനീഫ വിട പറയുമ്പോഴാണ് അദ്ദേഹം അസുഖബാധിതനായിരുന്നുവെന്ന് പലരും തിരിച്ചറിയുന്നത്. ഹനീഫിനെ അത്രയും ഗുരുതരമായ അസുഖം ബാധിച്ചിരുന്നു എന്ന കാര്യം കുടുംബത്തിനപ്പുറം ഇൻഡസ്ട്രിയിലുള്ള അടുത്ത സുഹൃത്തുക്കൾക്ക് പോലും അറിയുമായിരുന്നില്ല. അസുഖം കൈവിട്ടുപോയ അവസ്ഥയിലാണ് ആ വാർത്ത പോലും പുറത്തുവരുന്നത്. വിവരമറിഞ്ഞ് ഓടിയെത്തി ഹനീഫിന്റെ കുടുംബത്തെ കണ്ട മാത്രയിൽ മമ്മൂട്ടി ആകെ തകർന്നു പോവുകയായിരുന്നു. എന്നോടൊരു വാക്ക് പറയാമായിരുന്നു, ലോകത്തിലെ ഏത് കോണിൽ കൊണ്ടുപോയിട്ടാണെങ്കിലും ഞാൻ ആ ജീവൻ രക്ഷിക്കുമായിരുന്നില്ലേ എന്നാണ് അന്ന് അദ്ദേഹം വേദനയോടെ പറഞ്ഞത്. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.